ശരി സർ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം. താങ്ക്സ്. ഓക്കെ അവനി. എന്നാ ഞാൻ ചെല്ലട്ടെ? ഓക്കെ സർ. ഗിരി എന്താ പറഞ്ഞേ? എന്തെങ്കിലും ഡൗട്ട്സ് വന്നാ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രേ ഉള്ളോ? ആന്നേ. എന്തോ ബിൽഡപ്പ് തരുന്ന പോലെ, സെൽഫ് ഗോൾ അടിക്കുന്ന പോലെ തോന്നി എനിക്ക്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാ നോർമൽ എംപ്ലോയി പോലെ ബിഹേവ് ചെയ്തത്. അയാളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കായിരുന്നു. ജോലി ചെയ്യുന്നിടത്ത് ചിലരെങ്കിലും നമ്മൾ ഇംപ്രസ് ചെയ്യണമെന്ന് കരുതാറില്ലേ? അതിനുവേണ്ടിയുള്ള പ്രയത്നോ? അവനെ ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ എന്ത് ചെയ്യാ? ആദ്യ ദിവസം തന്നെ ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ആയ അത് നല്ലതല്ല ഏട്ടാ. ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അത് വിട്ടേക്ക്. അതല്ല അവനെ. ഇങ്ങോട്ട് നോക്കേട്ടാ. എനിക്ക് ഈ ഓഫീസിൽ ഒരുപാട് ദിവസം ജോലി ചെയ്യണം. അതുപോലെ ബോസിന്റെ അടുത്തൊന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് നിങ്ങളുടെ ചേട്ടന് കൊടുക്കാനുള്ള ആ 10,000 കൊടുക്കണം. എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ദയവ് ചെയ്ത് ധൃതി കാണിക്കരുത്. എനിക്ക് വിഷമം തോന്നുന്ന ഒരു ദിവസം ഞാൻ തന്നെ നിങ്ങളോട് പറയും, കേട്ടില്ലേ? ആരെങ്കിലും നമ്മളെ ശ്രദ്ധിച്ചാൽ നന്നാവില്ല. നിങ്ങളിപ്പോ ചെല്ല്. ഇറങ്ങ്, അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ എത്തും. അർജന്റായിട്ട് ഈ കാര്യം നമ്മുടെ ടീമിനോട് പറയണം. വാ അളിയാ. ലാവണ്യ, അളിയാ, ലാവണ്യ, ഒന്നിറങ്ങി വരാമോ? ലാവണ്യ, ദാ വരുന്നാളിയാ. എവിടെ എല്ലാവരും? വേഗം ഇറങ്ങി വാ. ലാവണ്യ, ഒന്ന് വേഗം വന്നേ. എന്താ ആരെങ്കിലും തീർന്നോ അളിയാ? ഈ കണ്ണുകൾ കൊണ്ട് ഒരുപാട് സർക്കസ് കാണുന്നുണ്ട് ഇപ്പോ. തലച്ചോറിൽ ലോഡ് കൂടുതലായി. അധികം വൈകാതെ ഞാൻ മേലോട്ട് പോകുന്നാ തോന്നുന്നേ. കാര്യം എന്താ? ഒരു പെണ്ണ് അച്ഛനെ അമ്മയും റോഡിൽ നിർത്തി ചോദ്യം ചെയ്തെന്ന് പറഞ്ഞ് ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് കാണിച്ചു തന്നില്ലേ? ഓർമ്മയുണ്ടോ? അച്ഛനോടും അമ്മയോടും അന്ന് റോഡിൽ നിന്ന് സംസാരിച്ചില്ലേ? അവരിപ്പോ ഈ അമ്പലത്തിലുണ്ട്. ആ, ഓർമ്മയുണ്ട്. ഇന്ന് നമ്മുടെ അച്ഛനും അമ്മയും അവളോട് സംസാരിച്ചിട്ട് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടെന്നേ. വരാം മോളെ. നീയുമായിട്ട് കല്യാണം ആലോചിച്ചിരുന്നെന്ന് അമ്പലത്തിൽ നിന്ന് അമ്മ പറഞ്ഞിരുന്നു. ആ കാര്യം ഓർമ്മയുണ്ടോ അളിയന്? അവള് മറ്റാരുമല്ല, എന്റെ മൂത്ത മകനെ വിവാഹം ചെയ്യാനായി ആഗ്രഹിച്ചിരുന്നവള്. അങ്ങനെയുള്ളൊരു പെണ്ണിന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഇവിടുന്ന് പോകേണ്ട ആവശ്യം എന്താ ഉള്ളത്? നോട്ട് ദ പോയിന്റ്. രാജ്യത്തുള്ള മൊത്ത രഹസ്യങ്ങളും നമ്മുടെ വീട് തന്നെയാണെന്നാ തോന്നുന്നേ. എന്തെങ്കിലും കാരണമില്ലാതെ കാണില്ലല്ലോ. ചുരുളഴിയാത്ത രഹസ്യങ്ങൾ പോലെ ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന് വരുന്നുണ്ട്. ശ്രീകരേട്ടനുമായിട്ടുള്ള എന്റെ കല്യാണം മാത്രം നടക്കുന്നില്ല. ഒരു സെക്കൻഡേ. അവനി, താൻ ചെന്നോ, ഞാൻ ഇപ്പൊ വരാം. ശരി ഏട്ടാ. ഇത്തവണ നമ്മള് അച്ഛനെയും അമ്മയും ശരിക്ക് ചോദ്യം ചെയ്യണം. അവളും നമ്മുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താന്നറിയണം. ഓൺ ദി സ്പോട്ട്
ചോദിച്ച് ചുരണ്ടിയെടുക്കാതെ വന്നിട്ട് ഇനി ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ലാസ്റ്റ് ടൈമിൽ റിവേഴ്സ് അടിക്കുന്നല്ലാതെ ഒരു ഗുണം ഉണ്ടാവില്ല. നമ്മുടെ ടാർഗറ്റ് ഇപ്പൊ ആവനിയാ. നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നത്? ആരെ കണ്ടിട്ടാ വരുന്നതെന്ന് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. ചോദിച്ചാലും നിങ്ങൾ പറയില്ല. പറഞ്ഞാലും അതിലെത്ര സത്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. പുറത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയണ്ട, പക്ഷെ വീട്ടിലെ കാര്യം ചോദിക്കാമല്ലോ. ഞങ്ങളെ ഏത് കാര്യമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ കാര്യം തന്നെ ചോദിക്കാം. അതിനെന്തായാലും നിങ്ങൾ ഉത്തരം തന്നേ പറ്റൂ അമ്മേ. ആ മറുപടിയിൽ സത്യം ഉണ്ടായിരിക്കണം. എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോ. ആവനിയെ ആശീർവദിച്ച് ജോലിക്ക് പറഞ്ഞയച്ചു. ആവനിക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ അമ്മയോ ശ്രീകരോ സമ്മതിക്കുന്നില്ല. വാക്കെന്നല്ല, ഒരക്ഷരം പോലും പറയാൻ പാടില്ലെന്നാ. ഞങ്ങളുടെ എല്ലാം കാര്യം വരുമ്പോ കൊച്ചാക്കുന്ന ശീലം ഉണ്ടെങ്കിലും ആവനിയുടെ കാര്യം വരുമ്പോ അവളെ കൊച്ചാക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയുടെ കുഴപ്പമാണിത്. ഇങ്ങനത്തെ വാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ വാ അടപ്പിക്കരുത് അമ്മമ്മേ. ദേവി ഇത് ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യത്തിന് കറക്റ്റ് ഒരു മറുപടി തരണം അമ്മമ്മേ. ആവനിയുടെ കാര്യം തീരുമാനിക്കണം. മരുമകളാക്കാനുള്ള ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ? സ്വാതി നക്ഷത്രം, തുലാരാശി, വൈശാഖ മാസം, വ്യാഴാഴ്ച ദിവസം ജനനം. ഈ വീട്ടിലെ മരുമകളാകണമെങ്കിൽ അതിന് കുറച്ച് അർഹതകൾ വേണമെന്ന് എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കാര്യത്തിൽ നിബന്ധനകൾ മുറുക്കി പിടിച്ചോണ്ടാ ജീവിക്കുന്നത്. ഇപ്പൊ ആ നിബന്ധനകൾ വേണ്ടാന്ന് തീരുമാനിച്ചോ നിങ്ങൾ? അങ്ങനെ എങ്ങനെ സംഭവിച്ചാ ശ്രീകരന്റെ ഭാര്യാസ്ഥാനത്ത് വരേണ്ടത് എന്റെ ഒരേ ഒരു മോള് മാത്രമാണ് എന്റെ അമ്മേ. അതിനിപ്പോ സംശയം എന്താ ഉള്ളേ? പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം പറയാൻ പറ്റുന്നത് നിങ്ങളാ. അവരിത്രയധികം ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തിനാ? ഈ ആവനിയെ മരുമകളാക്കാനുള്ള ഉദ്ദേശം അമ്മയ്ക്കുണ്ടെന്ന് പറയമ്മേ. ആ ആവനി നിങ്ങൾക്ക് മധുരമുള്ളതായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് കയ്പാ. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 2 ദിവസത്തിനുള്ളിൽ ലഭിക്കും. അതുവരെ എല്ലാരും കുറച്ച് ക്ഷമയോടുകൂടെ തന്നെ ഇരിക്കണം. മുതിർന്നവരല്ലേ, ഞങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനത്തിന് പിന്നിൽ നല്ല ആലോചനകളുണ്ടാവും. നിങ്ങളെപ്പോലെ തിരക്ക് കൂട്ടി അപമാനിക്കില്ല, ചോദ്യം ചെയ്യില്ല. ഇല്ലച്ചാ, ഈ നിമിഷം നിങ്ങൾ അവനിയുടെ കാര്യത്തിൽ തീർപ്പ് പറയണം. അവന് ഈ വീടിന്റെ മരുമകളാകാൻ പോകുവാണോ? ആവനിക്ക് ഈ വീട്ടില് മരുമകളാകാനുള്ള അർഹതയുണ്ടോ? ആവണിയും കുഞ്ഞളിയനും തമ്മിൽ കല്യാണം ഇനി നടക്കുവോ? പറയണം. പറയാം അമ്മേ. അമ്മ അത് പറയണം. ആവണിക്ക് നമ്മുടെ വീട്ടിലെ മരുമകളാവാനാവില്ല. ആവനി ഇവിടുത്തെ മരുമകളാക്കാനുള്ള ആലോചന ഞങ്ങളുടെ മനസ്സിലില്ല. ആവനിയും ശ്രീകരും തമ്മിലുള്ള വിവാഹം യാഥാർത്ഥ്യത്തിലും അതുപോലെ സ്വപ്നത്തിലും ഒരു കാലത്ത് നടക്കില്ല. ആവനിക്ക് ഈ വീട്ടിലെ മരുമകളാകാനുള്ള അർഹതയില്ല. അവള് നമ്മുടെ വീട്ടിലേക്ക് അതിഥിയെ പോലെ വന്നവളാ.
നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നിടത്തോളം കാലം അതിഥിയായി തന്നെ തുടരും. പിന്നെ ഇനി അഥവാ മരുമകളായാലോന്ന് നിങ്ങൾ അന്ന് ചോദിച്ചില്ലേ? ആയാലോ എന്ന് ചോദിച്ചിരുന്നു. അതിതുവരെ ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കൂ. ആവനിയുടെ കാര്യത്തില് ഞങ്ങള് സമ്പൂർണമായൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ആവനിയോട് തന്നെ ചോദിക്കുമായിരുന്നല്ലോ. അപ്പോ ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്നീട് വാക്ക് മാറില്ലല്ലോ? എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഇതിൽ മാറ്റമുണ്ടാവില്ല. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവൊക്കെ കിട്ടിയല്ലോ. കിട്ടിയച്ചാ. അയ്യോ, ഇപ്പൊ എനിക്ക് എന്ത് സമാധാനം ഉണ്ടെന്നോ. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അവനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാ. വലിയൊരു ഡൗട്ട് തന്നെ സിസ്റ്റർ ക്ലിയർ ചെയ്തു തന്നത്. നെഞ്ചിനകത്ത് വലിയൊരു ഭാരമായിട്ടൊരു കല്ല് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയി. ഇനി എന്തായാലും മുതിർന്നത് നീ തന്നെയാ ലാവണ്യ. നമുക്കിത് എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണം. വാ വന്നേ. എല്ലാം ഒത്തുവന്ന ഒരുപക്ഷെ അവനി എന്റെ മരുമകളായാലോ. ഏട്ടാ ഒന്നിങ്ങി വന്നേ. ഞാൻ പിന്നെ വിളിക്കാവേ. എന്തു പറ്റി അവനി? വാ, ഞാൻ പറയാം. എന്തു പറ്റി അവനി? തന്നോട് ഞാൻ ചോദിക്കുന്നേ, എന്താന്ന് പറ. ഇങ്ങോട്ട് വരൂ. എന്താ പറ്റി അവനി? ഹൃദയം നിലച്ചതുപോലെ തോന്നുന്നുണ്ട്. ഞാനിന്ന് അമ്മയുടെ വായിന്ന് തന്നെ കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളാ കേട്ടത്. ആവനി നമ്മുടെ വീട്ടിലെ മരുമകളാവില്ല. ആവനിയെ ഇവിടുത്തെ മരുമകളാക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ ഈ വീട്ടിലെ മരുമകളാക്കാനുള്ള ഉദ്ദേശമുണ്ടെന്ന് നിങ്ങൾ അന്ന് എന്നെ റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞതല്ലേ? സന്തോഷിച്ചില്ല ഞാൻ. ഒരു തവണ എന്റെ കൺമുന്നിൽ വെച്ച ലാവണ്യ ചേച്ചിയോട് ആവണി മരുമകളാകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അന്നെനിക്ക് എന്റെ മനസ്സിനുള്ളിലാകെ എന്നെ നിലത്ത സന്തോഷമായിരുന്നു. എന്റെ മേലെ ഇത്ര നല്ല അഭിപ്രായം ഉണ്ടായിട്ടും ഏട്ടന്റെ അമ്മയ്ക്കിപ്പോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെയുണ്ടായത്? അന്ന് എന്നോട് തോന്നിയ ആ ഇഷ്ടം ഇന്നിപ്പോ എവിടെ പോയേട്ടാ? അന്ന് എന്നോട് കാണിച്ച സ്നേഹം ഇന്നിപ്പോ എങ്ങനെ ഇല്ലാതായത്? അന്ന് മരുമകളാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഇന്നിപ്പോ എന്നെ അതിഥി എന്ന സ്ഥാനത്തേക്ക് എന്തിനായിട്ടാ പരിമിതിപ്പെടുത്തുന്നത്? ഞാൻ അറിയാതെ എന്തെങ്കിലും അവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടാവോ? എന്തിനാ അവരങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്? അവര് വേറൊരു കാര്യം കൂടെ ചോദിച്ചാൽ അവളുടെ ജാതകത്തിന്റെ കാര്യം പറയേണ്ടി വന്നു. എന്റെ ജീവിതം ഇനി എന്തായി തീരും? ഞാൻ എന്ത് ആഘാതത്തിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്? അവനി
അവനി പ്ലീസ് താൻ ടെൻഷൻ ആവാതെ. അമ്മ അവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്നോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ. പറയുന്ന വാക്കിനല്ലേ പ്രധാനം, അത് ആരുടെ അടുത്താ പറഞ്ഞത് എന്നതിനല്ലല്ലോ. അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഞാൻ പറയുന്നു. നിങ്ങൾ ഇനി എന്നോട് ഒന്നും പറയരുത്. നിങ്ങൾ സത്യം തുറന്നു പറയേണ്ട സമയം എത്തിയിട്ടുണ്ട്. നിങ്ങൾ അത് അവരോട് പറയണം. ഒന്ന് പറയട്ടോ. അങ്ങനെയല്ല അവനി. ഇനിയും ഞാൻ കാത്തിരിക്കണം. ഇനി ക്ഷമിച്ചിരിക്കാൻ പറയൂ എന്നോട്. താലി പുറത്തെടുക്കാനുള്ള സന്ദർഭങ്ങൾ 100 തവണയുണ്ടായി. താലി പുറത്ത് കാണിക്കരുത് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞ ഒറ്റ വാക്കിനെ ആദരിച്ച് എന്റെ ഭർത്താവ് കെട്ടി ഈ താലി ഞാൻ ഒരു കള്ളിയെ പോലെ മറച്ചു വെക്കുന്നു. ജീവിതകാലം മുഴുവൻ താലി പുറത്ത് കാണിക്കാനാവാതെ ഭർത്താവില്ലാത്തൊരു സ്ത്രീയെ പോലെ ജീവിക്കണമെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവനി. പോട്ടെ, ഞാൻ പോയി എന്നെ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞെന്ന് അമ്മയോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ ചോദിച്ചെങ്ങനെയാ? ഏട്ടോ, എന്റെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണ്ടേ ഏട്ടോ? പോട്ടെ, എന്നെ ഇനി അംഗീകരിക്കണമെങ്കിൽ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഇനിയും എന്തെങ്കിലും ത്യാഗം ചെയ്യണം. അതിന് ഞാൻ തയ്യാറാണ്. പറയട്ടോ. ഇപ്പൊ വരേക്കും താനീ ചെയ്തതൊക്കെ മതി. നല്ലത് നടക്കുമെന്ന് കരുതി ആഗ്രഹിച്ച് ജീവിക്കുന്നത് വേറെ, അതൊന്നും നടക്കില്ല എന്നറിഞ്ഞതിന് ശേഷം ആഗ്രഹിക്കുന്നത് വേറെ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്റെ ജീവിതം എന്താകുമെന്ന് ഞാനൊന്ന് ആലോചിക്കണ്ടേ ചേട്ടാ? അവനി, കൂൾ, കൂൾ. ഞാൻ പറയുന്നത് നീ കേക്ക്. തന്നെ കല്യാണം കഴിച്ച ശേഷം ഗസ്റ്റ് ഹൗസിലേക്ക് ആക്കിയിട്ട് വരുമ്പോ ഇവിടെ എല്ലാവരോടും എല്ലാം പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ അങ്ങോട്ട് ആലോചിച്ചതാ. ക്ഷമയുടെ കാര്യം അത് തനിക്കും അറിയുന്നതല്ലേ. അന്നെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ താൻ എന്റെ അടുത്ത് പോലും നിൽക്കില്ലായിരുന്നു. അതുകൊണ്ടാ തന്നെ ഇവിടെ താമസിപ്പിച്ച് അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റി എല്ലാം പറയാന്ന് വെച്ചത്. ഇങ്ങനെ ഒരു പെൺകുട്ടി എന്റെ മരുമകളായിട്ട് വരണോ എന്ന് അമ്മയെ കൊണ്ട് തോന്നിപ്പിക്കുന്നതും അത് ചെറിയ കാര്യമല്ല അവനി. അവരോടൊക്കെ അമ്മ എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി താൻ പേടിക്കണ്ട. എല്ലാം നല്ല രീതിയിലേ നടക്കൂ. താൻ കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്ക്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒന്ന് തോന്നരുത്. എന്താന്ന് വെച്ചാ എനിക്കിത് മനസ്സിൽ ഒളിപ്പിക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, പറഞ്ഞോളൂ. സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നവര് നിഗൂഢമായിട്ട് സംസാരിക്കും.